സിക്കിമിൽ മിന്നൽ പ്രളയത്തിൽ മരണം 38ആയി. കാണാതായ 4 സൈനികരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. കാണാതായ 78 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. പ്രളയത്തിലകപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. സിക്കിമിന് 44 കോടി രൂപ അടിയന്തര സഹായം ഉണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. 44 കോടിയുടെ ധനസഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. സിക്കിമിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ 3ാം ദിവസവും പുരോഗമിക്കുന്നു. കാണാതായ 22 സൈനികരിൽ 4 പേരുടെ മൃതദേഹം പശ്ചിമബംഗാളിലെ ജൽപായ്ഗുരിയിൽ നിന്ന് കണ്ടെത്തി. അപകടം നടന്ന പ്രദേശമാകെ ചെളി മൂടിയ അവസ്ഥയിലാണ്. പ്രളയത്തെ തുടർന്ന് ചുങ്താമിന് അണക്കെട്ടിനോട് ചേർന്നുള്ള തുരങ്കത്തിൽ 14 പേർ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി 60 അംഗ NDRF സംഘത്തെ നിയോഗിച്ചു. വിദഗ്ധ സ്കൂബ ഡൈവേഴ്സും സംഘത്തിനൊപ്പം ഉണ്ട്. വീണ്ടും മിന്നൽ പ്രളയം ഉണ്ടായേക്കാം എന്ന് സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. ബംഗാളിലെ ജൽപായ്ഗുരിയിൽ തീസ നദിയിലൂടെ ഒഴുകിയെത്തിയ ഷെൽ പൊട്ടിത്തെറിച്ച് 2 പേർ മരിച്ചു. വെള്ളപ്പൊക്കം ബാധിച്ച് സൈനിക ക്യാമ്പിൽ നിന്ന് ഷെൽ ഒഴുകിയെത്തിയതാകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പ്രളയത്തിൽ ഒഴുകിവരുന്ന ആയുധങ്ങളോ വെടിക്കോപ്പുകളോ എടുക്കരുത് എന്ന് സിക്കിം സർക്കാർ അറിയിച്ചു. സിക്കിമിന് 44.80 കോടിയുടെ അടിയന്തര കേന്ദ്ര സഹായം പ്രഖ്യാപിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ആഭ്യന്തര മന്ത്രാലയം മന്ത്രിതല സമിതിയെ നിയോഗിച്ചു. സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സംസ്ഥാനത്തിന് കൂടുതൽ സഹായം. റിപ്പോർട്ടർ, ദില്ലി.